ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ഗൂഗിൾ പേ അക്കൗണ്ടിൽ എങ്ങനെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് നമ്മൾക്ക് പേയ്മെൻറ്റ് അയക്കാം എന്നെങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും സാധാരണ പേയ്മെൻറ്റ് നടത്താൻ ഉപയോഗിക്കും. നമ്മൾ ക്യാഷിനേക്കാളും കൂടുതലായി നമ്മൾ ഗൂഗിൾ പേ അക്കൗണ്ടാണ് ഉപയോഗിക്കാറുള്ളത്, അല്ലെങ്കിൽ ഫോൺ പേ, അല്ലെങ്കിൽ പേടിഎം എന്നിങ്ങനെയുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ ഫോണിൽ സർവ്വസാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ. നമ്മൾ ഒരു ഷോപ്പിൽ പോയി എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്കാനർ ഉണ്ടാവും. ആ ഒരു സ്കാനറിൽ നമ്മൾ ഫോൺ വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും പൈസ ഇട്ട് കൊടുക്കാറ്. അല്ലെങ്കിൽ ഗൂഗിൾ പേ അക്കൗണ്ടിൽ മറ്റൊരു അക്കൗണ്ട് വഴി നമ്മൾ ട്രാൻസാക്ഷൻ നടത്തും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. എന്നാൽ ഒരു അടിപൊളി ട്രിക്ക് ഉണ്ട്. ഈ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് പേയ്മെൻറ്റ് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും. നമുക്ക് അവിടെ ഇവിടെ തപ്പി നോക്കേണ്ട ആവശ്യം വരില്ല. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ ഗൂഗിൾ പേയും അതേപോലെ ഫോൺ പേയും ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ ഗൂഗിൾ പേൻ്റെ അക്കൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ, സ്കാൻ ചെയ്യുന്ന QR കോഡും കാര്യങ്ങളും, നമ്മൾ എന്തെങ്കിലും അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതേപോലെ നമുക്ക് അവിടെ ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള മണി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് അക്കൗണ്ട് ടു അക്കൗണ്ട് ത്രൂ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള അതൊന്ന് ഓണാക്കിയാൽ നമുക്കതിൽ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും IFSC കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് അങ്ങനെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ട്രാൻസ്ഫർ എന്നുള്ളതിൻ്റെ തൊട്ട് താഴെ മൊബൈൽ റീചാർജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പറേറ്റിംഗ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന അങ്ങനെയാണ്. എന്നാൽ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കിയതിന് ശേഷമാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഒരു അടിപൊളി ട്രിക്ക് ഉണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ്റെ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ്റെ ഇതുമേൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ അവിടെ നമുക്ക് ഈ ഓപ്ഷനെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ഡയറക്റ്റായിട്ട് അതിന് സ്കാൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഫോൺ നമ്പർ അടിച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ടു അക്കൗണ്ട് ക്യാഷ് അടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതേപോലെ മൊബൈൽ റീചാർജ് എന്നുള്ള ഓപ്ഷന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് മൊബൈൽ റീചാർജ് ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും. അതായത് എല്ലാം ഇവിടെ നമ്മൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ട്രിക്കാണിത്. ഇത് മൊബൈലിൽ നമുക്ക് റീചാർജ് ചെയ്യാം. അതേപോലെ ബാങ്ക് ട്രാൻസ്ഫർ നമുക്ക് മൊബൈലിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം, ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇതൊന്നും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ റീചാർജ് ചെയ്ത് കൊടുക്കാം, എന്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനായി നമ്മൾ ഈ ഒരു ഗൂഗിൾ പേ എന്നുള്ള ഈ ഇതുമേൽ തന്നെ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ, അതേപോലെ നമ്മൾ ഫോണിൽ നമ്മൾ ഫോൺ പേ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിലും ഇതേപോലെയുള്ള ഓപ്ഷൻ തന്നെയാണ്. അതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇനി മുതൽ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നുണ്ടെങ്കിൽ അറിയാത്തവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നല്ല നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. ഒരിക്കൽ കൂടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഗുഡ് ബൈ.